നമസ്കാരം, മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ എടുത്തേക്കുന്നത് ലോകത്തിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത് NDA എക്സാം, CDX എക്സാം, പിന്നെ നമ്മുടെ JEE എക്സാം, ഇതിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നിങ്ങളിത് പഠിച്ചോണം, കാരണം ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾ നേരത്തെ ഇത് കൂടുതലായിട്ട് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത്തിരി ടഫായിരിക്കുമെന്ന് മാത്രം. ഇപ്പം നോക്കിക്കേ, ഞാൻ 1-2 റൂൾസ് ഒന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്ത് കാണിക്കാം. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിച്ചോണം. കുറേ ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. എല്ലാം രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലോകത്തിൻ്റെ പ്രോബ്ലംസുകൾ പ്രത്യേകിച്ച് എല്ലാം നല്ല രസമാണ് ചെയ്തു പോകാൻ. ആർക്കും ബോറടിക്കത്തില്ല, എല്ലാം ഏകദേശമൊക്കെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഇതിനെക്കുറിച്ച് അറിവില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേര്. വാല്യൂ ഓഫ് ലോഗ് 32 × 5th root of 16 to the base √2. ഇങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത് കേട്ടോ. ലോഗ്, അപ്പോൾ ഇതാണ് ലോകത്തിലെ ടേം, ഇത്രയും ഉണ്ട്. ഇതാണ് അതിൻ്റെ ബേസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്തുമാത്രം ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുള്ളതായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 1-2 മെത്തേഡുകളൊക്കെ ഉണ്ട് ഇതിനെ ചെയ്യാൻ. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മെത്തേഡായിരിക്കും നല്ലത്, വലിയ കുഴപ്പമില്ല. ഓക്കെ, ലോഗ് 32 × 5th root of 16 base √2. ഇതാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇതിന് നമ്മൾ ചുമ്മാ അങ്ങോട്ട് എക്സ് എന്ന് എടുക്കും. നമ്മൾ പണ്ട് ഉണ്ടല്ലോ കണ്ടുപിടിക്കേണ്ട നമ്പറിന് എക്സ് എന്നൊക്കെ കൊടുക്കുന്ന പോലെ ഇതിൻ്റെ ആൻസർ എക്സ് എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് ലോഗത്തിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് വരാം. ലോഗ് A to the base B = C എന്നിരിക്കട്ടെ കേട്ടോ. ലോഗ് A to the base B = C. ഇവിടെ നമ്മൾ ലോഗരിതത്തിനെ ഇല്ലാതാക്കാൻ, ഈ ലോഗിനെ ഇല്ലാതാക്കാൻ ചോദിച്ചാൽ ദിസ് A = ഓക്കെ B raised to C. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പോണൻഷ്യലിലോട്ട് മാറി. അറിയാമോ, ലോഗരിതവും എക്സ്പോണൻസിയേഷൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അവർ രണ്ടൊരു ഓപ്പോസിറ്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗരിതത്തിനെ മാറ്റിയാണ് എക്സ്പോണൻറ്റിലോട്ട് മാറ്റുന്നത്, തിരിച്ച് എക്സ്പോണൻസിയേഷനെ മാറ്റിയാണ് ലോഗരിതത്തിലോട്ട് മാറ്റുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ലോഗ് 32 5th root of 16 to the base √2 = x. ഇതിനെ നമ്മൾ നോക്കിക്കേ, ഇത്രേനെ A ആയിട്ട് കരുതണം, ഇതിനെ B ആയിട്ട് കരുതണം, ഇതിനെ C ആയിട്ട് കരുതി കഴിഞ്ഞാൽ 32 × 5th root of 16 = √2 raised to x എന്നെഴുതാം. ഓക്കെ, കണ്ടല്ലോ. ലോഗ് A to the base B = C, then A = B raised to C. അതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇതേ = ഇതേ raised to x. ഇനി നമുക്ക് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, 32 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 2⁵. എല്ലാവർക്കും അറിയാൻ തോന്നുന്നില്ലേ? 32 എന്ന് പറഞ്ഞാൽ 2 കൊണ്ടാകുമ്പോൾ 16, 2 കൊണ്ടാകുമ്പോൾ 8, പിന്നെ 2 കൊണ്ടാകുമ്പോൾ 4, പിന്നെ 2 കൊണ്ടാകുമ്പോൾ 2 അല്ലേ. അപ്പോൾ 2 5 times ഇൻറ്റു ചെയ്യുന്നതിന്. നെക്സ്റ്റ് 5th root of 16 ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് ഒറ്റയടിക്ക് വേണ്ട, 16 raised to 1/5 എന്നാണ് കേട്ടോ. 5th root of 16 എന്നുള്ളതിന് റൂട്ടിനെ കളയുമ്പോൾ 16 raised to 1/5 = √2 raised to x-നെ 2 raised to x/2 എന്നെഴുതാം. കാരണം √2 എന്ന് പറഞ്ഞാൽ 2 raised to ½ ആണ് കേട്ടോ. അപ്പോൾ √2 raised to x എന്ന് പറയുമ്പോൾ 2 raised to ½ whole raised to x, ദാറ്റ് ഈസ് 2 raised to ആരായിട്ട് മാറും? x/2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി. ദാറ്റ് ഈസ് 2 raised to 5 ഇൻറ്റു ഈ 16 എന്ന് പറഞ്ഞാൽ എത്ര മോനെ? 2 raised to 4 whole raised to 1/5, ദാറ്റ് ഈസ് 2 raised to 4/5 = 2 raised to ആരായി? x/2. ക്ലിയർ ആണല്ലോ അല്ലേ? 2 raised to 5, 16 എന്ന് പറഞ്ഞാൽ 2 raised to 4 ആണ്, whole raised to 1/5 ക്യാൻ ബി റിട്ടൺ ആസ് 2 raised to 4/5 = 2 raised to x/2. ഓക്കെ, ദാറ്റ് ഈസ് 2. നോക്കിയേ, ഈ റിസൾട്ടിന് പഠിച്ചിട്ടുള്ളതാണ്. A raised to m × A raised to n = A raised to m + n. ഓക്കെ, ഇപ്പോൾ 2 raised to 5 × 2 raised to 4/5 എന്ന് പറയുമ്പോൾ 2 raised to 5 + 4/5 = 2 raised to x/2. That is 2 raised to 5 + 4/5, 5 × 5 25 + 4 29/5 = 2 raised to x/2. ഇപ്പോൾ നോക്കിക്കേ, രണ്ടിൻ്റെയും ബേസുകൾ ഈക്വല. പവേഴ്സം ഇക്വേറ്റ് ചെയ്യാം. പവേഴ്സം ഇക്വേറ്റ് ചെയ്യുമ്പോൾ 29/5 = x/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 29, ആൻസർ ഈസ് 58/5 = x. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ x എത്രയാണ്? 58/5. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊരു നമ്മുടെ JEE ലെവലിലോട്ടൊക്കെ എത്താൻ പറ്റുന്ന കൊച്ചു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലത്തെ ഇനിയുണ്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ ഞാൻ മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ തന്ന് നിങ്ങൾക്ക് എക്സാമിനെല്ലാം പോകാനുള്ള രീതിയിൽ കൂടെ എത്തിക്കാം. ഓക്കെ, ഗുഡ് ബൈ.